അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരമാണ് പോകുന്നത്. പക്ഷെ നേരം വെളുത്തതാക്കണം. പല്ലൊക്കെ കുറിച്ചു, ചായ കുടിച്ചു. സൈഡിലുള്ളൊരു കടയിൽ പോയി ചായയൊക്കെ കുടിച്ചു. നമ്മൾ കാട് കടക്കാൻ പോവാട്ടോ. കാട് കടക്കാൻ പോകണം. ഐശമ്മ നീച്ചുണ്ട്. നേരത്തെ കാലത്തെ നീച്ചിക്കണം. എന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ചു, ഫ്രഷായി. ഇനി പോവാട്ടോ. കാട് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ആനനെയൊക്കെ കാണുന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഊറ്റം കാട്ടി നിൽക്കല്ലേ പക്ഷേ കാണിയിരിക്കും. അങ്ങനെ തന്നെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടു. അപ്പോൾ ഗേറ്റിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലെ ടൂറ് കൂടി വഴി ഊട്ടി പോകണോലും അല്ലാത്തോലും ഒക്കെ ഈ ഗേറ്റിങ്ങിലെത്തുമ്പോൾ ഒരു ഫോട്ടോ എടുത്തൊരു സ്റ്റാറ്റസ് ഇടും. അതൊരു നിർബന്ധമാണല്ലേ. അപ്പോൾ അതാ ഗേറ്റ് ഇത് നമ്മൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഐശമ്മ മുന്നിക്ക് നീങ്ങിയിരിക്കുന്നുണ്ട് ജോമോൻ്റെ അടുത്തേക്ക് ഒക്കെ ആനനെ കാണാനിട്ടോ. ആനനെ കാണോ കരുതി നിൽക്കുകയാണ്. പക്ഷേ ആന പോയിട്ടൊരു മുയൽ കുഞ്ഞു പോലും അപ്പം ഞങ്ങൾ കണ്ടില്ല കേട്ടോ. കുറേ ഇങ്ങോട്ട് ഓടിയായരേട്ടോ പിന്നെ കണ്ടത്. സാധാരണ നല്ലോണം ഉണ്ടാവും പറഞ്ഞു, രാവിലെയൊക്കെ ആകുമ്പോൾ ആന നല്ലോണം ഉണ്ടാവും പറഞ്ഞു. പക്ഷേ ഇന്നാണെങ്കിലും ആന ഒന്നുമില്ല നമ്മൾ വന്നപ്പോൾ. അങ്ങനെ പിന്നെ കുറച്ചിങ്ങോട്ട് ഓടിയപ്പോൾ കുറച്ച് മാൻകൂട്ടം കണ്ടു കേട്ടോ. കുറേ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുത്ത്. നമ്മൾ മുന്നേ കണ്ടിട്ട് ആനനെയൊക്കെ കേട്ടോ. എന്നാലും ഇങ്ങനെ പോകുമ്പോൾ രസമാണല്ലോ കാണുമ്പോൾ. ഫാൻ ഓഫാക്കിയത് ഐശ. അങ്ങനെ ഐശ അവിടെ നിന്ന് ചായ അടിച്ചിടത്തുനിന്ന് കുറച്ച് കിൻഡർ ജോയും മഞ്ചൊക്കെ ജോമം വാങ്ങി കൊടുത്തിന്. അതൊക്കെ വണ്ടി കയറി തിന്നല് തുടങ്ങിയേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആനനെയും കണ്ടു കേട്ടോ. ആന ഉണ്ടാവും പറഞ്ഞാൽ അരുവിൻ്റെ അടുത്ത് ആന ഉണ്ടാവും പറഞ്ഞാൽ ഇത് വളർത്തണം എന്തോ ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടുന്ന് ആനനെയും കണ്ട് ഇതിൽ കാണില്ലേ കണ്ടതാ ആന തക്കണം കേട്ടോ. അപ്പോൾ ഐശമ്മൂ നമ്മൾ ആനനെ കാട്ടിയെടുത്ത് വെക്കുക. ആനനെ ഭയങ്കര പേടി. ഇനിയൊന്ന് ഒളിച്ചു ആന എന്ന് പറയുമ്പോൾ തന്നെ പേടിയൊക്കെ മാറി നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് ആനനെ. പിന്നെ ഇതാക്കണം മോൻ്റെ മടി കുത്തിർന്നൊക്കെണ്ട് എല്ലായിടത്തേക്കും നോക്കുന്നുണ്ട് ആനയും മാനും. പിന്നെ കുറച്ചൊക്കെ ആനയും മാനിനൊക്കെ കണ്ടിട്ടോ. അങ്ങനെ നമ്മളിങ്ങോട്ട് ഈ പൂവാണ് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമൊക്കെ കാട്ടിലൂടെ ഇങ്ങനെ പോവാൻ. റോഡ് അടിപൊളി, പിന്നെ നല്ല വൃത്തിയും എന്തോ ഒരു മനസ്സിനൊക്കെ നല്ലൊരു റാറ്റ് ഇങ്ങനെ കേട്ടോ. കാരണം ഇങ്ങനെ നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ട്. പിന്നെ അവിടെ കുറേ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടപ്പം എല്ലാവരും അവിടെ എന്തോന്നുണ്ട് വണ്ടി ഇതാക്കണം ഇങ്ങനെ എല്ലാവരും കാണാൻ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണെന്നറിയില്ല, നമ്മളടുത്തെത്തിയപ്പോഴാണ് കണ്ടത് കേട്ടോ. ഒരു 4-5 ആനകൾ, കുട്ടിയും ഐശാറിന് അമ്മയും അച്ഛനും കുഞ്ഞും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആനനെയൊക്കെ കണ്ട്. ഇതാണ് പിന്നെ നമ്മൾ അടുത്തുനിന്ന് കണ്ടാൽ. പിന്നെ ദൂരെയാണ് ഒക്കെ നിൽക്കണത് കണ്ടത്. അപ്പോൾ ഐസമ്മൂക്ക് ആനനെയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും വണ്ടി നിർത്തി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോവാണ് കേട്ടോ. ഇന്ന് ഫുൾ നമ്മൾ യാത്രയാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കണതും തിന്നണതൊക്കെ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. പിന്നെ കുറേ മാൻ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ആടിയും ഇവിടെയൊക്കെ ഉണ്ട് മാൻകൾ. അത് ഇഷ്ടംപോലെ കാണാനും ഉണ്ട്. പിന്നെ അങ്ങനെ പോവാം. നല്ല രസം കേട്ടോ. മനസ്സിനൊക്കെ എന്തോ ഒരു സുഖം കേട്ടോ. നമ്മളിങ്ങനെ പുറത്തിറങ്ങി പിന്നെ നല്ല പച്ചപ്പും പ്രകൃതി നല്ല രസമുള്ള സ്ഥലത്ത് കൂടെ അങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു ഇതാണല്ലോ. പിന്നെ നമ്മൾ കുറേ ഇങ്ങോട്ട് ഓടി നമ്മളിവിടെ എത്തി. പണ്ട് ഐസമ്മോളെ പള്ളയുള്ള സമയത്ത് ഞാനും ഷെമിയും കൂടി ഇതിലെ പോയിന്. 8ാം മാസം ആകുമ്പോൾ എന്നാണ് തോന്നണത്. അന്നിങ്ങനെ അപ്പം ഒരു മൂത്രമൊഴിക്കാൻ മുട്ടലാണല്ലോ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഞങ്ങൾ മൂത്രമൊഴിക്കാനൊക്കെ ഇറങ്ങിയ സ്ഥലമൊക്കെ എത്തിയപ്പോൾ ഷെമി ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. അവിടെ എനിക്ക് ഓർമ്മ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാണ്ട് കാണിച്ചു തരാണ്. പിന്നെ അതിൻ്റെ ശേഷം തോന്നുന്നു നമ്മൾ ഇപ്പോഴാണോ പോകണതെന്ന് എനിക്കറിയില്ല. പിന്നെ പോയിനോന്നൊന്നും അറിയില്ല. പിന്നെ നേരെ നമ്മൾ ഗൂഡല്ലൂരെത്തി. ഫുള്ളും സൂര്യകാന്തി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കട്ടോ. അടിപൊളി, നല്ല രസം കാണാൻ. പിന്നെ അതുമല്ല പച്ചക്കറികളും അതൊക്കെ ഉണ്ട്. അങ്ങോട്ട് നീണ്ട് നിവർന്ന് കിടക്കണം. സൂര്യകാന്തി തോട്ടമൊക്കെ കണ്ടില്ലേ, എന്താ രസം കാണാൻ. എന്നാൽ അങ്ങനെ പിന്നെ നമ്മൾ ഒക്കെ നോക്കിയും വീഡിയോ എടുത്തു ഇങ്ങനെ പോണതിൻ്റെ ഇടയ്ക്ക്. പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് നോക്കിയും പോയാൽ പോരല്ലോ, വണ്ടിക്ക് എന്തെങ്കിലും കുടിച്ചാനും കൊടുക്കണ്ടേ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുടിച്ചാൻ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് കുറച്ച് കുടിച്ചാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടു. എണ്ണയൊക്കെ അടിച്ചു. അവിടെ എണ്ണയൊക്കെ അടിച്ചിട്ടുണ്ട്. ഇത് ഷെമി എടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ പിന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. എണ്ണ അടിച്ചാനൊന്നും ഇറങ്ങുമ്പോൾ ഞാൻ ഇറങ്ങില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. ഇതാണ് നമ്മളെ വണ്ടി. കുപ്പിച്ചില്ലാട്ടോ ലോഡ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് വണ്ടി, കണ്ടില്ലേ. അപ്പോൾ പിന്നെ കാറ്റുണ്ടോയെന്നൊക്കെ നോക്കുക, ചെക്ക് ചെയ്യുകയൊക്കെ പണിയിലാണ്. അപ്പോൾ ഞാനും ഐസമ്മോളും ഇങ്ങോട്ട് മാറിന്ന്. പിന്നെ നമ്മൾ ചായ അടിച്ചാൽ കയറി. ആ കണ്ട കടയിലാട്ടോ കയറിയത്. ഒരു മലയാളികളെ കടയാണ്. അപ്പോൾ നമ്മളവിടെ കയറി നല്ല പൊറോട്ടയും
പിന്നെ എന്തിനു കറിയും ഒക്കെ ഇട്ടാക്കെ കുടിച്ചു. ചായ കുടിച്ചിട്ട് വീണ്ടും നമ്മളെ യാത്ര തുടങ്ങി. പിന്നെ ഡ്രൈവർമാർ മാറിയിട്ടോ. പിന്നെ ജോമോനായി ഓട്ടല്. പിന്നെ അങ്ങോട്ട് കുറേ ജോമോന തന്നെ കേട്ടോ ഓട്ടണത്. പിന്നെ ഷെമി സൈഡിലിരുന്ന് നോക്കലാരനായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഇങ്ങനെ നോക്കി പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. നല്ല കാറ്റും തണുത്ത കാറ്റായിട്ട് വീശണത്. രാത്രിയൊക്കെ നല്ല തണുപ്പിന് കിട്ടും. നല്ല തണുത്ത കാറ്റ്, നല്ല ഇങ്ങനെ ഒരു സുഖമില്ല. നമുക്ക് കാറ്റിങ്ങനെ അടിച്ചാൽ ഉറങ്ങാൻ തോന്നുന്ന ഒരു കാറ്റിങ്ങനെ അടിക്കട്ടോ. ഫാൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ കാറ്റടിച്ച് എനിക്ക് നല്ല ഉറക്കം വന്ന് ഞാനങ്ങോട്ട് ഉറങ്ങിട്ടോ. ഞാനും ഉറങ്ങി. എൻ്റെ ബാക്കിൽ തന്നെ ഐസമ്മയും ഷെമിയും ഓലും ഉറങ്ങിട്ടോ. ഞാൻ നീച്ച് നോക്കുമ്പോൾ ഓലും ഉറങ്ങാൻ കേട്ടോ. പിന്നെ നമ്മൾ ഷെമി നീച്ചാരെ നമ്മൾ പോയി കുളിച്ചു, ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി. അവിടെ ടോളുങ്ങൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ അവിടെ കയറി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. പിന്നെ വീണ്ടും ഓടാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഐസമ്മോൾ നീച്ചിട്ടില്ല. അവളെ നീപ്പിച്ചിട്ടില്ല കേട്ടോ. വിളിച്ച് നീപ്പിച്ചുമ്പോൾ ചിലപ്പോൾ ഓക്ക് കലിയായിരിക്കും. അപ്പോൾ അവളെ വിളിച്ചില്ല. അവൾ നീച്ചുമ്പോൾ നീച്ചോട്ടെ എന്ന് കരുതിക്കാണ്ട് ഓക്ക് പിന്നെ ഓടുന്നായാലും കുളിക്കാമല്ലോ, നമ്മളതിരല്ലല്ലോ. പിന്നെ അതാ ഷെമി വീണ്ടും കുറച്ച് നേരം കടന്ന് ഇനിയിപ്പോൾ രാത്രി ഓട്ടണ്ടേന്നും പറഞ്ഞിട്ട് ഷെമി കടന്ന്. പിന്നെ ജോമോന് വണ്ടി വിട്ട് തന്നെ ഞാൻ മഴ ഉണർന്ന് ഉത്തർന്നിട്ട്. പിന്നെ നെൽപ്പാടാട്ടോ ഫുള്ള് നമുക്കിങ്ങനെ കുറേ ദൂരം നമുക്ക് അരിയൊക്കെ വരുന്നത് ഇവിടെ നിന്നൊക്കെ ആണല്ലോ. എത്ര അറിയോ നെൽകൃഷിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ആദ്യമായിട്ട് കാണുവാണല്ലോ അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ നല്ലൊരു സ്ഥലം നോക്കി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ സൈഡാക്കി ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇതാട്ടോ, ഇത് പൊളിഞ്ഞൊരു ബസ് സ്റ്റോപ്പ് കേട്ടോ. അതിലാരും ഇരിക്കലൊന്നും ഇല്ല എന്നാണ് തോന്നണത്. എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ സാധനമൊക്കെ ഇറക്കുന്നുണ്ട് ഷെമിയും ജോമോനും. അങ്ങനെ പിന്നെ കുക്കിങ് തുടങ്ങി. അപ്പോൾ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഉണ്ടാക്കാനായിട്ടോ പ്ലാന്. പിന്നെ എന്നാൽ നമുക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ ഒറ്റ കുക്കറിൽ ഒക്കെ അങ്ങോട്ട് ആയിക്കോളുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുക്കർ സിമ്പിൾ തട്ടിക്കൂട്ട് കിട്ടോ. ഒറിജിനലൊന്നുമല്ല. കുക്കർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ലോറിയിലൊക്കെ പോകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. കാരണം എല്ലാ സാധനമൊന്നും ഉണ്ടായിക്കോണമെന്നില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ തട്ടിക്കൂട്ടൊരു ചോറൊക്കെ ഉണ്ടാക്കി. ജോമോന് ഇതാ ഇളക്കി ഒക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടി ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ഓനാണ് കേട്ടോ. അതൊക്കെ ചിക്കനൊക്കെ പൊരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ സെറ്റായി. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ആയിട്ടോ. കണ്ട അടിപൊളി. വെള്ളമൊന്നുമില്ല കേട്ടോ. അതേപോലെ അടിയിലും പിടിക്കുക ഒന്നുമില്ല. വേവൊക്കെ പാകത്തിനായിട്ടോ. കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റും ഉണ്ടായിന്. നല്ല രസമായിട്ടോ സംഭവം. ഇങ്ങനെ പുറത്തിറങ്ങി നമ്മൾ പുറത്ത് വെച്ച് ഫുഡ് ഉണ്ടാക്കി തിന്നുക. നല്ല രസമായിട്ടോ അതൊക്കെ. പിന്നെ ഐസമൂന് നമ്മൾ അവിടുന്ന് മേലൊക്കെ കേക്കി വണ്ടീൻ്റെ അതിനെ വെള്ളം കൊണ്ട് ഓളെ മേലൊക്കെ കേക്കി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഫുള്ള് വണ്ടിയിൽ യാത്ര തന്നെയാണ് കേട്ടോ. നമ്മൾ ചോറുണ്ടാക്കാനും വേണ്ടി നിർത്തിയപ്പം ചെറുതായിട്ടൊരു മഴയും ഇതൊക്കെ ഉണ്ടായിന് കേട്ടോ. നല്ലൊരു മഴയൊക്കെ കൊണ്ട് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ചോറൊക്കെ തിന്ന് പോകുന്നു കേട്ടോ. ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല വെയിലാണ്. പിന്നെ പൂർണ്ണ വൈക്കൽ ഇതാ ടയറിന് എന്തോ കാറ്റ് കുറവോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓല് ചെക്ക് ചെയ്യാനും വേണ്ടി നിർത്തിയത് കേട്ടോ. അപ്പോൾ ചെറിയൊരു പഞ്ചറുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ റെഡിയാക്കാണ്. ഇതൊക്കെ ഷെമി എടുത്ത് തരുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഞാനങ്ങനെ വീഡിയോ എടുക്കൊന്നുമില്ല, പുറത്തിറങ്ങണമൊന്നുമില്ല. ഞാൻ ഉള്ളിൽ തന്നെ ഉത്തിരിക്കണം കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു വയറുവേദന ഇതൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇവർ ഷെമി പുറത്തിറങ്ങിയപ്പോൾ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം നമ്മൾ ടയറൊക്കെ ഊരി ടയറൊക്കെ അത് ഒരു സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ട് നമ്മൾ ലോറിയത്തെ വിശേഷങ്ങൾ. അപ്പോൾ ലോറിയത്തെ വിശേഷങ്ങൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അടിക്കട്ടോ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ വരാം.